തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളിന്ന് കേൾക്കാൻ പോകുന്ന നിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാനായിട്ട്, ഞങ്ങളുടെ ശരീരത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 56-ാം വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മഞ്ഞ ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ശരീരം നീ ഭക്ഷിക്കണം, എൻ്റെ രക്തം നീ പാനം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പരിപൂർണമായിട്ട് ഈശോയിലും ഈശോ പരിപൂർണമായിട്ട് നമ്മിലും വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റൊരു മതവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച് സഭയിൽ മാമോദിസ സ്വീകരിച്ച് സഭയിൽ ചേർന്നൊരു വ്യക്തിയാണ്. ഞാൻ സഭയിലേക്ക് വരാൻ തന്നെ കാരണം, ഞാൻ ജനിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല നന്നായിട്ട്. കാരണം നാക്കിൻ്റെ കെട്ടൊക്കെ ഇങ്ങനെ മുകളിൽ കയറി നിന്ന് എനിക്ക് ശരിക്കും സംസാരിക്കില്ലായിരുന്നു. 1-2 വാക്കൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു, അതും വ്യക്തമാവില്ലായിരുന്നു. അതിൻ്റെ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ലാറ്റിൻ പള്ളിയുണ്ട്. അവിടെ പപ്പായുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം നടക്കുക. ആ കല്യാണത്തിന് ഞങ്ങളും പങ്കെടുത്തു. വിവാഹത്തിന് മധ്യ അവിടെ വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും കയറി ലൈൻ നിന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഏറ്റവും ബാക്ക് സൈഡിലാണ് ഞാനിരുന്നത്, ഏറ്റവും ലാസ്റ്റിലായിരുന്നത്. ഒരുപക്ഷെ കർത്താവ് അങ്ങനെയാണ്. കാരണം ഈ പിൻനിരയിലുള്ളവരെയാണ് അവന് ആവശ്യം. ദ ലാസ്റ്റ്, ദ ലീസ്റ്റ്, ദ ലോസ്റ്റ് എന്ന് പറയും. അങ്ങനെയുള്ളവരെ കർത്താവിന് ആവശ്യമുള്ളൂ, ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്നവർ. പൗലോസൊക്കെ പറയുന്ന പോലെ, അതായത് കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആ കുറ്റവാളികളിൽ പിൻനിരയിലുള്ളവനെ പോലെ ഞാൻ എന്നെ കരുതുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിലും ഏറ്റവും പാപം ചെയ്തവരെ എന്ന് വെച്ചാൽ ആ പാപത്തിൻ്റെ ഒരു ഗൗരവം അനുസരിച്ച് അതിന് പോലും ഒരു വില കൽപ്പിച്ച ആൾക്കാരെ ഫ്രണ്ടിൽ നിർത്തുക. അതിന് പോലും വിലയില്ലാത്ത പിൻനിരയിൽ നിൽക്കപ്പെടുന്നവനാണ് ഞാൻ എന്നൊക്കെയാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുക്കുന്ന അങ്ങനെയുള്ളവരെയാണ്. ദ ലാസ്റ്റ്, ദ ലീസ്റ്റ്, ദ ലോസ്റ്റ് എന്ന് പറയും. നഷ്ടപ്പെട്ടതിനെ തേടി വന്നവനാണല്ലോ ഈശോ. അപ്പോൾ അവിടെ സംഭവിച്ചതാണ്. ഏറ്റവും അവസാനത്തെ നിരയിലിരുന്ന എൻ്റെ കൈക്ക് പിടിച്ചൊരു സ്ത്രീ എൻ്റെ കൈക്ക് പിടിച്ചു ഉയർത്തിയിട്ട് നേരെ ആൾത്താരയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. അത് പരിശുദ്ധ അമ്മയാണ്. ആൾത്താരയിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇതായിരുന്നു. ഈശോയെ പോലെ ഒരാൾ, ഞാൻ വൈദികനെ ഒന്നും കണ്ടില്ല. ഈശോയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ഷോളൊക്കെ പുതച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്, ഒരു ചുമല ഷോളൊക്കെ പുതച്ച്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഐസ് ക്യൂബിനകത്ത് ഒരു ഐസ് ക്യൂബ് ഇങ്ങനെ ഒരു സ്പൂണിനകത്തിട്ട് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. എന്നിട്ട് നാവിലേക്ക് വെച്ചു. ശരിക്കും നാക്കൊക്കെ ഇങ്ങനെ ഒരു കത്തുന്ന ഒരു അനുഭവമായിരുന്നു. അന്ന് മുതലാണ് ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നതെന്ന് എൻ്റെ പപ്പായും മമ്മിയൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതിനുശേഷമാണ് ശരിക്കും ആ ഒരു രക്ഷാകര ഒരു ദൗത്യത്തിലേർപ്പെടുക, ഒരു ക്രിസ്തുവിൻ്റെ ഒരു രക്ഷാകരമായ ഒരു പദ്ധതി ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നതും, ഞാൻ കുരിശിൻ്റെ ചുവട്ടിലാണ് രക്ഷ എന്ന് മനസ്സിലാക്കി സഭയിലേക്ക് വരുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മാമോദിസ സ്വീകരിച്ച് സഭയിൽ അംഗമാകാൻ പറ്റിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം പഴയ നിയമത്തിൽ തൊട്ട് ഇന്ന് വരെ നമ്മൾ നോക്കുമ്പോൾ ഈ പഴയ നിയമത്തിൽ പറയുന്ന ബലികളുടെയൊക്കെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് പരിശുദ്ധ കുർബാന ആചരണത്തിലാണ്. പഴയ നിയമത്തിലെ ബലികളെല്ലാം അതിൻ്റെ അർത്ഥവത്വത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, ഒരു പൂർത്തീകരണമാകുന്ന ക്രിസ്തുവിൻ്റെ ബലിയിലാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ, ക്രിസ്തുവിൻ്റെ മരണമാകുന്ന ആ ഒരു ബലിയിലാണ് ഇത് പൂർത്തിയാകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള സത്തയിൽ തന്നെ ആ ഒരു ആചാരക്രമം ആചരിച്ചു പോകുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. അത് ആ ഒരു ആരാധനയിൽ ആ ഒരു ആചരണം നമ്മൾ ചെയ്യുന്നത്. അത് പരിശുദ്ധ കത്തോലിക്ക സഭയിലാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സഭയിൽ അംഗമാകാൻ പറ്റിയത്, ആ ഒരു ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് ചിന്തിക്കുകയാണ്, എന്തിനാ ഈ ഈശോ തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ തൻ്റെ രക്തത്തെ നമുക്ക് വേണ്ടി തരുന്നത്? ഇനി ഈ അന്ത്യത്താഴ വേളയിൽ തുടങ്ങിയതാണല്ലോ ഈ സംഭവം.
നമ്മളൊക്കെ ആദ്യ കുർബാന സ്വീകരണത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണല്ലോ ഈ ഈശോയെ സ്വീകരിക്കാൻ തുടങ്ങുന്നത്. ഞാനൊക്കെ അതിനുശേഷം എനിക്ക് കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ദൈവം അനുവാദം തന്നത്, അവസരം തന്നത് 2010 ഏപ്രിൽ 29 അന്ന് എൻ്റെ ബാപ്റ്റിസം ഡേറ്റ്, മാമോദിസ ഞാൻ സ്വീകരിച്ച ഡേറ്റ് അന്നാണ് ഞാൻ അതിനുശേഷം ഈശോയെ സ്വീകരിക്കുന്നത്. അതിനുശേഷം ഞാൻ എപ്പോഴും കർത്താവിൻ്റെ അടുത്ത് പോകാനും കർത്താവിൻ്റെ കൂടെ ഇരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഈശോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ത്യത്താഴ് നാളെ ആ ദിവസം ശിഷ്യന്മാരുടെ നാവിലേക്ക് വെച്ച് കൊടുത്തു. ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് പറഞ്ഞു, ദിസ് ഇസ് മൈ ബോഡി, ഇതെൻ്റെ ശരീരമാണ്, നീ ഇത് ഭക്ഷിക്കണം. ഇച്ചിരി വീൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാണ്, നീ കുടിക്കണം. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കെല്ലാം കൂടുമ്പോഴും നിങ്ങളിത് ചെയ്യണം. ഫോർ വാട്ട്? എന്ത് പർപ്പസ്? എന്തിനു വേണ്ടി? കാരണം ഈശോ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ബലിയർപ്പിക്കാൻ പോവുക, ഞാനൊരു ബലിയർപ്പണം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം പടയാളികൾ വന്ന് എന്നെ പിടിക്കും, എന്നെ മർദ്ദിക്കും, പീഡിപ്പിക്കും, ചമ്മട്ടി അടിക്കും, മുൾമുടി അണയും, നാണം കെടുത്തും, നഗ്നനാക്കപ്പെടും, എന്നെ കുരിശിൽ കൊല്ലും. അപ്പം ഒരു ബലിയർപ്പണത്തിലേക്ക് ഞാൻ പോവാം. ഒരു ബലിയാടാകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ പോവുക. നിങ്ങളിത് ഭക്ഷിക്കുക. അപ്പം നമ്മൾ എന്ത് കഴിക്കുന്നോ നമ്മൾ അതുപോലെ ആകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പരിശുദ്ധ കുർബാന നമ്മൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇത് യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ രക്തമാണ്. അപ്പം പലരും ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ ബ്രെഡിൻ്റെയും ഈ വീഞ്ഞിൻ്റെയും രൂപത്തിൽ കൊടുത്തത്? ഒത്തിരി പേര് ഡിബേറ്റിനൊക്കെ വരുന്നുണ്ട്. എന്നോട് തന്നെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു പച്ചയായ ഒരു ഡെഡ് ബോഡി അല്ല ഒരു ബോഡി, ഒരു മനുഷ്യ ശരീരത്തെ എടുത്തിട്ട് ഇങ്ങനെ കീറി മുറിച്ച് പീസ് ആക്കിയിട്ട് അതിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ പച്ചയായ തുളുമ്പുന്ന പീസ് കൊണ്ട് എൻ്റെ കുഞ്ഞെ നിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിനക്കത് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധ കുർബാനയുടെ ബാക്ക് സൈഡിൽ നടക്കുന്ന അതാണ്. കാരണം ഈശോയുടെ ഹൃദയമാണല്ലോ, ഈശോയുടെ ശരീരമാണല്ലോ വിഭജിച്ച് തരുന്നത്. ഇങ്ങനെ കത്തിവെച്ച് കീറി മുറിച്ച് പച്ചയായ ഒരു ശരീരം രക്തത്തോടെ തുളുമ്പുന്ന സാധനം നിൻ്റെ നാവിൽ വെച്ചാൽ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈശോ ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ, ഒരു വീഞ്ഞിൻ്റെ രൂപത്തിൽ തൻ്റെ മാംസവും രക്തവും നമുക്ക് വേണ്ടി പാകം വെച്ച് തരുന്നത്. ദിസ് ഇസ് മൈ ബോഡി, ദിസ് ഇസ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞ് തരുന്നത്. ഇനി ഇതെന്തിന്? നമ്മൾ എന്ത് കഴിക്കുന്നോ അതുപോലെ നമ്മളായി തീരുമെന്നാണ് പറയുന്നത്. നമ്മൾ യേശുവിൻ്റെ ശരീരം കഴിച്ച് ഇതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങും തോറും നമ്മുടെ ഈ പാപമംഗലമായ ശരീരം മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടാൻ തുടങ്ങും. നമ്മുടെ പാപം നിറഞ്ഞ രക്തം യേശുവിൻ്റെ രക്തം കുടിച്ച് യേശുവിൻ്റെ തിരുരക്തത്തോട് താതാത്മ്യപ്പെടാൻ തുടങ്ങും. അതിലേക്കൊരു രൂപാന്തരീകരണം സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഒരു ബലി അർപ്പിക്കാൻ പോവുക, നീയും ഇതുപോലെ ചെന്ന് ഒരു ബലി അർപ്പിക്കുക. എന്ന് വെച്ചാൽ ഒരു ബലിയുടെ ജീവിതം, ഒരു ബലിയർപ്പണത്തിൻ്റെ ജീവിതം തുടങ്ങുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആദ്യ മൊമെൻറ്റ് മുതൽ. ആദ്യ കുർബാന സ്വീകരിക്കുന്ന ആദ്യ മൊമെൻറ്റ് തൊട്ട്, ഈശോയെ ആദ്യമായിട്ട് നാവിൽ വയ്ക്കുന്ന ആദ്യ മൊമെൻറ്റ് തൊട്ട് ഞാനൊക്കെ പലപ്പോഴും ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, എനിക്ക് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മറ്റൊരു വിശ്വാസത്തിൽ നിന്നപ്പോൾ നീ തന്ന ഏതോ ഒരു പ്രേരണ കാരണം ഞാൻ അന്ന് ഈശോയെ ആദ്യമായിട്ട് ഞാൻ സ്വീകരിച്ചത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഒരു പ്രായമാണ്, 8 വയസ്സെന്നൊക്കെ പറയുമ്പോൾ. ഒരുപക്ഷെ കർത്താവ് എന്തുമാത്രം അനന്തമായ സ്നേഹമാണ്. അനാഥയിലെ നമ്മളെ കണ്ട് വേർതിരിച്ച് മാറ്റി നിർത്തിയ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു എന്താ പറയണേ, അതിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു ആ ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ. ശരിക്കും നമ്മൾ ബൈബിളിലൂടെയൊക്കെ വചനമൊക്കെ വായിച്ച് നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ധ്യാന മന്ദിരങ്ങളിലൊക്കെ ധ്യാനം കൂടുന്നുണ്ട്, ഒത്തിരി ടോക്കുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് വചനം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മനസ്സിലാകും. നമ്മളെ തന്നെ ഒരു അനാലിസിസിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ ഒരു തെറ്റായ കാഴ്ചയായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ കാഴ്ചപ്പാടൊക്കെ ഒത്തിരി തെറ്റായിരിക്കും. അപ്പം നമ്മളിത് വചനം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാകുകയാണ്, ഇത് ഇനി ഇങ്ങനെയല്ല കാണേണ്ടത്, ഇതിനെ ഇങ്ങനെ കാണാൻ നമ്മൾ പഠിക്കണം എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുന്നു. കുറേ മോശകരമായ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കുറ്റങ്ങളും വെറുപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് തഴമ്പിച്ച നമ്മുടെ ചെവിയെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് മാറിയിട്ട് വേറൊരു ആംഗിളിൽ നമുക്ക് കേൾക്കാൻ പറ്റണം. ഇനി പറഞ്ഞ നമ്മുടെ നാവിനെ മാറ്റി വിശുദ്ധീകരിക്കണം. നമ്മളിങ്ങനെ കൈക്കൂലിയും അതും ഇതുമൊക്കെ വാങ്ങിച്ച ഈ കൈ കൊണ്ട് ഇനി അങ്ങനെ തുടരാൻ പാടില്ല. ഇനി ഇത് വേറെ ഒരു രീതിക്ക് നമ്മൾ ചെയ്യണം, വിശുദ്ധമായിരിക്കണം. ഞാൻ കർത്താവ് ആഗ്രഹിക്കാത്ത വഴിയിലൂടെയൊക്കെയാണ് ഇത്രയും നാൾ ഞാൻ നടന്ന് നീക്കിക്കൊണ്ടിരുന്നത്. ഇനി എൻ്റെ പാദങ്ങളെ എനിക്ക് വിശുദ്ധീകരിക്കണം, ഈശോ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടന്നു പോകണം എന്നൊക്കെ നമ്മൾ തീരുമാനമെടുക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ നമുക്ക് മാറ്റണം, നമ്മൾ തീരുമാനമെടുക്കുന്നു.
ഇതൊക്കെ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചു വരുന്ന അതേ സാഹചര്യത്തിലേക്കാണ്. അവിടെയാണ് ഈ പരിശുദ്ധ കുർബാനയുടെ വലിയൊരു പ്രശസ്തി അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ വലിയൊരു മഹാത്മ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയുടെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് നമ്മൾ ഭക്ഷിച്ച് നമ്മൾ ഇറക്കുമ്പോൾ സംഭവിക്കുന്നത്, ഈ ശരീരമാകുന്ന ഈ അപ്പം നമ്മൾ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ ടൈനി പീസസും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. ശരിയല്ലേ? നമ്മൾ ആ കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് കഴിച്ചാലും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പഴം കഴിച്ചു, ഒരു ആപ്പിൾ കഴിച്ചു. അപ്പോൾ ആപ്പിൾ കഴിച്ചപ്പോൾ അതിൻ്റെ മിനറൽസ്, വൈറ്റമിൻസ് അത് എത്തേണ്ടടുത്തെല്ലാം എത്തുന്നുണ്ട്. ശരീരത്തിൻ്റെ എല്ലാ സൈഡിലും അത് എത്തുന്നുണ്ട്. അത് നമ്മുടെ ബ്ലഡിലൂടെയൊക്കെ കലർന്ന് കംപ്ലീറ്റ് അവയവങ്ങളിലെല്ലാം എത്തും ഈ സാധനം, അല്ലേ? എത്തിയിട്ട് അതിൻ്റെ അവസാനത്തെ വേസ്റ്റാണല്ലോ നമ്മുടെ യൂറിനായിട്ടൊക്കെ പുറത്തോട്ട് പോകുന്നത്. കാരണം ഇത് ഫിൽട്ടർ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വേസ്റ്റാണല്ലോ ഇത് വൊമിറ്റ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ വേസ്റ്റാണല്ലോ, ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേസ്റ്റാണല്ലോ നമ്മുടെ രാവിലെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ പുറത്തൊക്കെ പോകുന്നത്. അതിൻ്റെ ബാക്കി മിനറൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ബോഡീസിലേക്ക് കംപ്ലീറ്റ് സ്പ്രെഡ് ആവാണല്ലോ. ഇതുപോലെ തന്നെ പരിശുദ്ധ കുർബാന നമ്മളിങ്ങനെ സ്വീകരിച്ച് വരുമ്പോഴത്തേക്ക് ഇത് പതുക്കെ നമ്മുടെ ശരീരത്തിൽ കംപ്ലീറ്റ് ഇങ്ങനെ സ്പ്രെഡാകാൻ തുടങ്ങും. എന്നിട്ട് ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു ഈശോയെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ചെറിയൊരു അംശം നമ്മുടെ കണ്ണിലേക്ക് വരും. കണ്ണിലേക്ക് വന്നിട്ട് പതുക്കെ നമ്മുടെ കണ്ണിനെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് യേശുവിൻ്റെ ശരീരമായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുമ്പോൾ പതുക്കെ നമ്മൾ ദിവസം തോറും ഇങ്ങനെ കുർബാന സ്വീകരിച്ച് വരുമ്പോൾ ഇതിൻ്റെ ചെറിയ അംശങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് വന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഈ പാപം മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ കണ്ണ് ക്രിസ്തുവിൻ്റെ കണ്ണായി രൂപാന്തരപ്പെടുക. എന്നിട്ട് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ ഞാൻ നോക്കാൻ തുടങ്ങുമ്പോൾ ഈശോ പറയും, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കാഴ്ചപ്പാട് നന്നാവാൻ തുടങ്ങും. കാരണം ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണാൻ തുടങ്ങണമെങ്കിൽ ഇതെൻ്റെ ശരീരമാണ്, ദിസ് ഈസ് മൈ ബോഡി പാർട്ട്. ഈ ഒരു ബോഡി പാർട്ടിനെ ആ ഒരു ബോഡി പാർട്ടിലേക്ക് മാറ്റാനായിട്ട് വേറൊരു ബോഡി പാർട്ടിനെ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ലോജിക്കലി അല്ലാതെ നടക്കത്തില്ല. അല്ലാതെ ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എങ്ങനെ സംഭവിക്കും? കാരണം ഇതിലേക്ക് വേറെ എന്തെങ്കിലും വന്നിട്ടല്ലേ ഇതിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് മാറ്റം വരുത്തുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് മൈ ആയി. അങ്ങനെ ഇരുന്നാൽ എൻ്റെ പാപം നിറഞ്ഞ ചിന്തകൾ ചിലപ്പോൾ എൻ്റെ കണ്ണിലൂടെ വരും. എന്നിട്ട് ഈ അശുദ്ധി മാത്രം, വെറുപ്പ് മാത്രം, വിദ്വേഷം മാത്രം കേട്ടുകൊണ്ടിരുന്ന എൻ്റെ ചെവിയിലേക്ക് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഓരോ ദിവസം വന്ന് നമ്മുടെ ചെവി രൂപാന്തരപ്പെടാൻ തുടങ്ങും. ക്രിസ്തുവിൻ്റെ കാതുകളായിട്ട് മാറ്റപ്പെടും. എൻ്റെ ക്രിസ്തുവിൻ്റെ കാതുകളിലൂടെ, യേശു ക്രിസ്തുവിൻ്റെ കാതുകളിലൂടെ കേൾക്കാനായിട്ട് ഞാൻ പഠിക്കും. നമ്മൾ കേൾക്കണം. അതൊരു കൃപയാണ്. കേൾക്കാൻ നമുക്ക് പറ്റണം. മറ്റുള്ളവരെ നമ്മൾ ഇരുന്ന് കേൾക്കണം. ജീവിത പങ്കാളിയുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ നമ്മൾ ഇരുന്ന് കേൾക്കണം. മക്കൾ ഓരോ കാര്യമെന്ന് പറയുമ്പോൾ ഇരുന്ന് കേൾക്കണം. കേൾവിക്കാരാവണം. കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് പക്ഷേ കേൾപ്പിക്കാനല്ലേ നമുക്ക് ആഗ്രഹം. നമുക്ക് കേൾക്കാനായിട്ട് ആരും തയ്യാറാവുന്നില്ലല്ലോ. നമ്മൾ പറയുന്ന മറ്റുള്ളവർ കേട്ടോണം. ഇതാണ് നമ്മുടെ ഒരു എൻ്റെ ഉൾപ്പെടെ ഞാൻ പറയുന്നത്, എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അത് മാറണം. നമ്മൾ കേൾക്കണം. ക്രിസ്തുവിൻ്റെ ചെവിയിലൂടെ നമ്മൾ കേൾക്കണം. നമ്മുടെ നാവിലേക്ക് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംശം വന്ന് ഈ പാപം മാത്രം, അശുദ്ധി മാത്രം പറയുന്ന നമ്മുടെ നാവ് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ നാവായിട്ട് മാറും. അതാ യേശു പറയുന്നത്, അല്ലേ, എൻ്റെ വചനം നിറഞ്ഞ് നീ എൻ്റെ നാവ് പോലെ ആവും എന്നാണ് പറയുന്നത്. നീ എൻ്റെ നാവ് പോലെ ആവും. കാരണം അത് ക്രിസ്തു എന്തൊക്കെ പറഞ്ഞു അത് സംഭവിക്കും. സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടും. ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇത് വെറും കെട്ടുകഥയൊന്നുമല്ല. സഭയിലൊക്കെ മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധരൊക്കെ ഉണ്ട്. വിശുദ്ധ വിൻസെൻ്റ് ഫെററാണ് ആ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ജീവിതചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ കീറി മുറിക്കപ്പെട്ട് പീസാക്കിയ ഒരു ഡെഡ് ബോഡിയെ പുള്ളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു കർത്താവേ, നീ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും സൃഷ്ടിച്ചവനാണല്ലോ, ഈ കുഞ്ഞിൻ്റെ ജീവൻ നീ തിരിച്ചു കൊടുക്കണേ. അതെല്ലാം കൂടി ചേർന്ന് ആ കുഞ്ഞ് എണീറ്റ് നിന്നെന്നാണ് പറയുന്നത്. ആ കുഞ്ഞ് പിന്നെ ഒരു വൈദികനായി, ഒരു മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. പിന്നീട് ആ കുഞ്ഞൊരു വിശുദ്ധനായി മാറി. വിശുദ്ധ നിക്കോളാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് സഭയുടെ ചരിത്രമാണ്. ഇത് കെട്ടുകഥയല്ല ഇതൊന്നും.
ഇതൊക്കെ സംഭവിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം അങ്ങനെ ഒരു വിശുദ്ധിയിലേക്ക് നമ്മൾ മാറും. നമ്മുടെ തലച്ചോറ് രൂപാന്തരപ്പെടാൻ തുടങ്ങും. നമ്മുടെ തലച്ചോറിലേക്ക് ഈ ഈ ഈ പരിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങൾ ചെന്ന് നമ്മുടെ തലച്ചോറിനെ രൂപാന്തരപ്പെടുത്തും. ദൈവികമായ കാര്യങ്ങളിലേക്ക് ഈ തലച്ചോറിനെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കും. നമ്മുടെ ഹൃദയം, അശുദ്ധി മാത്രം നിറഞ്ഞ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംശം ചെന്നിട്ട് ഈ ഒരു വിശുദ്ധമായ ഹൃദയമായിട്ട് രൂപാന്തരപ്പെടുത്തും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ പറയത്തില്ലേ, ശിലാഹൃദയമായി നിൻ്റെ ഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം ഞാൻ അവിടെ വെച്ച് പിടിപ്പിക്കും. അത് വിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് ഒരു ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നത്. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന, ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്ന, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റണം. നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റണം. നമുക്ക് മറ്റുള്ളവരെ എന്നെക്കാളിലും ശ്രേഷ്ഠനായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമുക്ക് വരാൻ പറ്റണം. അതല്ലേ യേശു പറഞ്ഞത്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ അവരുടെ ദാസനായിക്കൊള്ളട്ടെ. കാരണം ഞാനൊക്കെ ഓർക്കുന്നത് പത്രോസിൻ്റെയൊക്കെ കാൽപാദത്തിൻ്റെ അടിയിലാണ് ഈശോ ചുംബിച്ചത്. കാരണം അത്രയും എളിമയിലേക്ക് താഴാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ, അല്ലെ, കാൽപാദത്തിൻ്റെ അടിയിൽ ചുംബിക്കുക, അത്രയും താഴുക, അത്രയും എളിമയിലേക്ക് വരിക. അങ്ങനെയൊക്കെ വരാൻ പറ്റുന്നത്, നമുക്കും അങ്ങനെയൊക്കെ വരാൻ പറ്റണമെങ്കിൽ ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് വാഴണമെന്നേ. അത് നമ്മുടെ ഹൃദയം പറ്റത്തില്ല. അതിന് ക്രിസ്തുവിൻ്റെ ഹൃദയമായിട്ട് രൂപാന്തരപ്പെടണം. അശുദ്ധി പുരണ്ട എൻ്റെ കൈകൾ, പാപം ചെയ്യുന്ന എൻ്റെ കൈകൾ, എൻ്റെ ജോലിയിൽ ഉത്തരവാദിത്വം കാണിക്കാത്ത എൻ്റെ കൈകൾ, ഈ കൈകളിലേക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ അംശങ്ങൾ വന്ന് ഈ കൈ രൂപാന്തരപ്പെടാൻ തുടങ്ങും. ഞാൻ കുർബാന സ്വീകരിച്ച് അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് എൻ്റെ ഈ കരങ്ങൾ യേശുവിൻ്റെ കരങ്ങളായി രൂപാന്തരപ്പെടും. എൻ്റെ കാലിലേക്ക് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വന്ന് എൻ്റെ കാല് ക്രിസ്തുവിൻ്റെ കാലുകളായി മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടണം. അതാ പറയണത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവൻ എന്നിലാ, ഞാൻ അവനിലാ. ഇത് തമ്മിൽ വ്യത്യാസമില്ല. കാരണം അവൻ ഞാനാ, ഞാൻ അവനാ എന്നാ ഈശോ പറയണത്. എൻ്റെ കുഞ്ഞെ നീ ഞാനാ, ഈശോ പറയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറയണേ, മോളെ നീ ഞാനാ, നീ ഞാൻ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. കാരണം ഞാൻ കാണുന്ന ആംഗിളിലാണ് നീ കാണുന്നത്, ഞാൻ കേൾക്കുന്ന രീതിക്കാണ് നീ കേൾക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെയാണ് നീ പറയണത്, ഞാൻ ചേർത്ത് പിടിച്ച പോലെയാണ് നീ ചേർത്ത് പിടിക്കുന്നത്, ഞാൻ സഹിച്ച പോലെയാണ് നീ സഹിക്കുന്നത്, ഞാൻ നടന്നു നീങ്ങിയ വഴിയാണ് നീ നടന്നു നീങ്ങുന്നത്, ഞാൻ സ്നേഹിച്ച പോലെയാണ് എൻ്റെ കുഞ്ഞെ നീ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളവർ ആ ഒരു ലെവലിലേക്ക് മാറാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് മാറണം, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടണം. കാരണം ഈ ശരീരം പാപം നിറഞ്ഞ ശരീരമാണേ, പാപമാണ് മൊത്തം. കാരണം നമ്മളിൽ നിന്ന് അങ്ങനത്തെ ഫലങ്ങളല്ലേ വന്നുകൊണ്ടിരിക്കണത് കംപ്ലീറ്റ്. ഇത് മാറിയിട്ട് ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ അവിടെ വരാൻ തുടങ്ങണം. അവിടെ വെച്ചാണ് വിശുദ്ധ പൗലോസ് പറയണത്, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ്. പത്രോസൊക്കെ ആ ഒരു രൂപാന്തരീകരണത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അപ്പസ്തോലന്മാർ, വിശുദ്ധരൊക്കെ ഇങ്ങനെയാണ്. അവരൊന്നും തുടങ്ങിയത് വിശുദ്ധമായിട്ടല്ല, നമ്മളാരും തുടങ്ങുന്ന വിശുദ്ധമായിട്ടല്ല. ഒത്തിരി കുറവുകളുള്ളവരാണ് നമ്മൾ, ഒത്തിരി മിസ്റ്റേക്ക് ഉള്ളവരാണ്, ഒത്തിരി പാപം ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ പതുക്കെ വിശുദ്ധിയിലേക്കുള്ള വഴിയിലാണ്. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മളെ കൈ പിടിച്ച് നടത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ഈശോയെ നമുക്ക് എന്നും സ്വീകരിക്കാം. പറ്റുന്ന അവസരങ്ങളിലൊക്കെ ശരിക്കും ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ ശരിക്കും അത് ഇല്ലാതായപ്പോഴാണ് അതിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ആത്മീയ ഭോജനമാണല്ലോ, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയാണല്ലോ, അനുദിനം നമ്മളെ മുമ്പോട്ട് നയിക്കാൻ തരുന്ന ഊർജം ആ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നല്ലോ. അത് ഇല്ലാതെ വന്നപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു വിഷമം എന്ന് പറയുന്നത്. ശരിക്കും ഒത്തിരി ഞാനൊക്കെ ഒരു 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ട് കുർബാനയൊക്കെ അങ്ങ് സ്വീകരിക്കുമ്പോണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എനർജിയും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സീറോ മലബാർ കുർബാനയുടെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്, ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ.
ശരിക്കും ഒരു പാൻഡമിക് സിറ്റുവേഷൻ, ലോക്ക്ഡൗണൊക്കെ തുടങ്ങുന്നതിൻ്റെ അവസാനത്തെ ബലിയർപ്പിച്ചപ്പോൾ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടൊരു വൈദികനാണ്. ആ വൈദികൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിക്കും ഇതൊന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, ഇന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ശരിക്കും ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയപ്പോൾ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞു. ഇൻ ദ ഫോം ഓഫ് ഹോളി യുക്രിസ്റ്റ്, അത് വിശുദ്ധ കുർബാനയുടെ രൂപത്തിലാണ്. ഓരോ മൊമെൻറ്റിലും, ഓരോ സെക്കൻഡിലും ലോകത്തേതോ ഒരു കോണിൽ ഒരു വൈദികൻ ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തി പിതാവിന് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇന്നും ഇതുപോലെ നിന്നു പോകുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഓരോ വൈദികരുണ്ട്. 4.5 ലക്ഷത്തോളം ബലികൾ ഒരു ദിവസം അർപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓരോ സെക്കൻഡിലും അല്ലേ, 24 ഹവേഴ്സാണ് ഉള്ളത്. അത് 60 മിനിറ്റാണ്, ഇൻറ്റു 60ആണ്, 24 ഇൻറ്റു 60 ഇൻറ്റു 60. ഓരോ സെക്കൻഡിലും എത്രയോ വൈദികരാണ് പരിശുദ്ധ കുർബാന ഉയർത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ അങ്ങ് ഒരു ബാലൻസിൽ ഇങ്ങനെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് നമുക്കും ആ ഈശോയെ വ്യക്തിപരമായിട്ട് അറിയാം, ആ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് ഈശോ പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അർത്ഥവത്താക്കാം. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചെങ്കിലും അവർ മരിച്ചു, അതുപോലല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും, എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കുന്നവരായി, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനായിട്ടുള്ള കൃപ, അഭിഷേകം പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ കുർബാന വഴി നമുക്ക് തരട്ടെ. തൻ്റെ പുത്രൻ്റെ ബലി വഴി നമുക്ക് പിതാവായ ദൈവം ആ അനുഗ്രഹം തരട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, നീ കാൽവരിയിൽ നിന്ന് പുത്രൻ്റെ ബലി പങ്കെടുത്തവളാണല്ലോ, ആ ബലിയുടെ മഹാത്മ്യം കണ്ടവളാണല്ലോ നീ. ആ പുത്രൻ എന്ത് നീർന്നത് നീ കണ്ടതാണല്ലോ. ആ ഒരു ബലിയുടെ മഹാത്മ്യം എൻ്റെ അമ്മേ നീ കണ്ട് മനസ്സിലാക്കിയതുപോലെ ആ മനോഭാവത്തോടു കൂടി അത് കണ്ട് മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. വിശുദ്ധിയുടെ നിറകുടമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.